അല്പം മനഃശാസ്ത്രപരമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു വീടിന്റെ മുഖത്ത് വന്ന് അതിന്റെ മുൻവശത്ത് വന്നൊന്ന് നോക്കിയാൽ ആ വീട്ടുകാരുടെ നിലവാരം പറയാൻ കഴിയും. വിവാഹാന്വേഷണത്തിന് വരുന്നത് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അയൽവാസികളോടൊന്നും ചോദിക്കണ്ട. അവിടെ നിന്നിങ്ങനെ നോക്കിയാ ഇവിടുത്തെ പാത്തുമ്മ എങ്ങനെയുണ്ട്, ഇവിടുത്തെ കുട്ടികളുടെ സ്വഭാവം എന്താണ്, ഇവിടുത്തെ ആളുകളുടെ രീതി എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ. എന്താ കാരണം? അടുക്കും ചിട്ടയും വൃത്തിയും ശുദ്ധിയും. ഇത് നമ്മുടെ നല്ല സമൂഹ സൃഷ്ടിക്ക്, നല്ല കുടുംബ സംവിധാനത്തിന് അനിവാര്യമായൊരു ഗുണമാണ്. ഇന്ന് നാം ഒരു വീടിന്റെ മുൻവശത്തേക്ക് ചെന്നാൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ സ്വാഗതം ചെയ്യുന്നത്? നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പലതുമാണ്. പ്രധാനമായും റോഡ് പോലും ഇല്ലാത്തവരും ഇന്ന് കാറ് നിർത്താനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ടാവും. റോഡില്ല, എന്നാലും കാറ് നിർത്തിയിട്ടാണ് ഇത് വീടുണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കി. കാറില്ലാത്തത് കൊണ്ട് അവിടെ എന്തിനാ നിർത്തിയിടുക? അധിക ആളുകളും ഒരു 2 ലോഡ് ചിരട്ടയും ചകരിയും ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നടക്കും. വീട്ടിന്റെ മുൻവശത്ത് ചെന്നാൽ അതാ കാഴ്ച. അവിടെ എല്ലാ ജാതി ഹിംസ്ര ജന്തുക്കളും ഇഴജീവികളും ഒക്കെ അവിടെ വന്നുകൂടും. ഇടക്കിടക്ക് ഇങ്ങനെ തീവണ്ടി പോണമാതിരി ചേരാട്ടിയൊക്കെ ആണ് ചുമരുമ്പോ കൂടെ ഇങ്ങനെ പോണം. ഇത് മുന്നിൽ കൊണ്ടിട്ടിട്ടാണ്. വേറെ ചില ആളുകൾ ആ സ്ഥലത്ത് 2 ലോഡ് മണലിറക്കും. ഒന്നുമില്ലെങ്കിൽ മണൽ കൊണ്ടിടും. എന്നാലും എന്ത് ചെയ്യും? രാത്രിയും പകലും ഒക്കെ പൂച്ച വന്നിട്ട് ഓൽക്കല്ല സുഖം, കുറച്ച് മാന്തിയാ മതി. അല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് പോയി മാന്താൻ ബുദ്ധിമുട്ടാണ്. ഇത് ലേശം മാന്തിയിട്ടാണ് മൂടിയിട്ട് പോവാം. ആ വീടിന്റെ കോലായിലിരിക്കുമ്പം പൂച്ചയുടെ കാഷ്ടവും മൂത്രവും മണക്കാതിരിക്കാൻ കഴിയൂല. ഒന്നുകൂടി പുരോഗമിച്ച ആളുകളാണെങ്കിൽ അവരെ വീട്ടിൽ 2 പശുക്കൾ ഉണ്ടാവും, ഒരാടും ഉണ്ടാവും. അതിന് എവിടെയാണ് പാർക്ക് ചെയ്യിപ്പിക്കുക? ഈ കാർ പോർച്ചിലാണ്. ഇവരിത് പറയണ്ടല്ലോ, രാത്രി ആയാൽ ഇവരിങ്ങനെ ചായ പാരും പുട്ടുചൂടും, ഇത് തന്നെ പരിപാടി. ആ വീട്ടിൽ സ്ഥിരം താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വാസന ഉണ്ടാവില്ല. കാരണം എന്താ? അവരെന്നും മണത്തിട്ട് മാർക്കറ്റിൽ ജോലിയുള്ളവരെ മാതിരിയായിപ്പോയിന്. അവർക്ക് മീൻ മണക്കൂല. പുറത്തുനിന്ന് വരുന്നവനാ മൂക്ക് കുത്തുക. ഇതേ രീതിയിൽ ആ വീട്ടുകാർക്ക് ഇത് അലോസരമുണ്ടാക്കൂല. ഒരതിഥി വരുമ്പോഴാണ് എന്താ ഇവിടെ നാറുന്നത്, ഇവിടെ എന്താ വൃത്തിയില്ലാത്തത്, അവര് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ വീടിന്റെ മുൻവശത്ത് ആല പോലുള്ളത് കെട്ടിയോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തോ മലിനപ്പെടുത്തരുത്. നമ്മുടെ കുടുംബത്തിന്റെ മനസ്സും അവരെ നിലവാരവും സ്വഭാവവും ഒക്കെ വായിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരടയാളമാണ് വീടിന്റെ മുൻഭാഗം. ഇതുപോലെ വീടിന്റെ മുൻഭാഗത്ത് വേറെ ചില ആളുകൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അയല് കെട്ടും വീടിന്റെ മുന്നിൽ. എന്നിട്ട് അതിന്മേൽ എല്ലാ സാധനവും തൂക്കിയിടും. ആ വീട്ടിലേക്ക് കാരി വരുന്നവന്റെ മുഖത്ത് തട്ടുന്നത് ഈ ഫത്തുഹും ഗസൂറും ലൊമ്മും ഒക്കെയാണ്. പല സ്ത്രീകളും അറിയാതെ ചെയ്തു പോവുകയാണ്. പക്ഷേ ഇത് പാടില്ല. അത് വീടിന്റെ മറ്റേ ഭാഗത്തേക്ക് പോട്ടെ. മുൻവശത്ത് ഇതുപോലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകരുത്. പിന്നെയോ വീടിന്റെ മുൻഭാഗം അവിടെ സാധ്യമാകുമെങ്കിൽ 1-2 തണൽ മരങ്ങളെ നമ്മൾ കുഴിച്ചിടണം. ഉപകാരത്തിന് പറ്റുന്ന രീതിയിലുള്ളതായാൽ നല്ലതാണ്. എന്നാൽ തണൽ മരങ്ങളിൽ തന്നെ ഇന്ന് ധാരാളം അപകടകാരികളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്നത്തെ കാട്ടുബദാം. ഇപ്പം വ്യാപകമായിട്ട് നമ്മൾ എവിടുന്ന് ഇറക്കുമതി ചെയ്ത മരമാണ്. ഇതൊരു 10-20 കൊല്ലം മുമ്പ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും അതായി. അതിന് ചില പ്രത്യേക സമയത്ത് നന്നായി പുശു നിറയും. എന്നിട്ട് അതിങ്ങനെ കയറുമ്മൽ ഇറങ്ങിയിട്ട് തൊള്ളയിൽക്കൊക്കെ വന്നു നോക്കും. ഇങ്ങനത്തെ മരം നമ്മൾ മുന്നിൽ വെക്കാതിരിക്കുക. പിന്നീട് ഉപയോഗത്തിനും പറ്റുന്ന, ഉപകാരത്തിന് പറ്റുന്ന മരം നോക്കി വെക്കുക. അതുപോലെ ഉമ്മമാര് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം, വീടിന്റെ മുൻവശത്ത് നല്ല അടുക്കും ചിട്ടയോടും കൂടെ നല്ല പൂക്കളുണ്ടാകുന്ന സുഗന്ധം നൽകുന്ന ചെടികൾ വെച്ചു പിടിപ്പിക്കുക. ആ വീട്ടിൽ നല്ല സമാധാനമുണ്ടാകും, നല്ല ആരോഗ്യമുണ്ടാകും, നല്ല ഓക്സിജൻ ലഭിക്കും. അവിടുത്തെ കുട്ടികൾക്ക് പൂക്കളെ പോലെയുള്ള സൽസ്വഭാവം ഉണ്ടാകും.
എത്ര പുലിക്കോടൻ സ്വഭാവമുള്ള ഭർത്താവാണെങ്കിലും ഈ പൂക്കളെ കണ്ടാൽ അവന്റെയും മനസ്സിന് അലിവുണ്ടാകും. അങ്ങനെ നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടി വൃത്തിയോടുകൂടെ ഉമ്മമാര് വെച്ചു പിടിപ്പിക്കണം. അതിന് കുറച്ചൊരു കലാബോധത്തോടുകൂടെ വെക്കണം. ചില ആളുകൾ ചെടി വെക്കും, അത് കാടായി മാറും. അങ്ങനെ ആവരുത്. അത് കുഴിച്ചിട്ട് കണ്ടാൽ തന്നെ അതൊരു മനഃപൂർവ്വം വെച്ചാന്ന് തോന്നണം. ആ പെണ്ണിന്റെ കരവിരുതും കഴിവും ഒക്കെ അവിടെ നിന്നാണ് ആളുകൾ വായിച്ചെടുക്കുക. അങ്ങനെ മുൻഭാഗത്ത് നല്ല സജ്ജീകരണം. ഇനി മുന്നിൽ നമ്മൾ ഗേറ്റ് ഉണ്ടാക്കുന്നു, നല്ലതാണ്. പ്രത്യേകിച്ച് റോഡിന്റെ വക്കത്ത് താമസിക്കുന്ന ആളുകൾ ഗേറ്റ് നിർമ്മിക്കണം. ഗേറ്റ് നിർമ്മിക്കുമ്പോൾ 2 ഗേറ്റ് ഉണ്ടാക്കാൻ മറക്കരുത്. ഒന്ന്, സാധാരണ നമുക്ക് വാഹനം കയറ്റാനും നമ്മൾ മാത്രം വീട്ടിലുണ്ടാകുന്ന സമയത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ വേണ്ടി മുൻഭാഗത്ത് തന്നെ ഒരു ഗേറ്റ് വേണം. പിന്നെ മറ്റൊരു ഗേറ്റ് എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പം, പരിപാടികൾ ഉണ്ടാകുമ്പം സ്ത്രീകൾക്ക് പ്രത്യേകമായി കയറാൻ ഉപയോഗിക്കാനുള്ള ഒരു ഗേറ്റ് വേണം. പല സ്ഥലത്തും കല്യാണത്തിന് പോയാൽ കയറാൻ തോന്നാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ട്. കാരണം എന്താ? ആകെ ഉള്ളത് ഈ നീറായിന്റെ വായ പോലെയാണ്. തിന്നാനും അത് പുറത്തു വിടാനും ഒക്കെ ഒരു റൂട്ടാന്ന് പറഞ്ഞ മാതിരി ആണും പെണ്ണും പോവാനും വരാനും ഒക്കെ ഒരു വഴി. എന്നിട്ട് അവിടെ ഇടകലർന്ന് ഹറാമായ കല്യാണമായി മാറുന്ന ഒരവസ്ഥ വ്യാപകമാണ്. അതില്ലാതെ 2 ഗേറ്റ് വെക്കുക. ഒന്ന്, ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾ കൂടി വരുമ്പം അവർക്ക് കയറാനുള്ള ഒരു റൂട്ട്. മറ്റൊന്ന്, സാധാരണ ഉപയോഗിക്കുന്ന ഗേറ്റ്. ഇതാണ് വീടിന്റെ മുൻഭാഗത്തിന്റെ ചെറിയൊരു ചിത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ മുൻവശത്തേക്ക് കയറുന്നു. ആ കയറുന്നിടത്ത് വളരെ ശ്രദ്ധിക്കണം. അവിടെ ഉള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും നമ്മെ വിലയിരുത്താൻ കാരണമാകും. വീടിന്റെ മുൻവശത്ത് കോലായിൽ, അതല്ലെങ്കിൽ ചിലപ്പോ സ്വീകരണ മുറി, ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന ഇരിപ്പിടവും സൗകര്യങ്ങളും എപ്പോഴും നല്ല വൃത്തിയുള്ളതും നല്ല ചിട്ടയൊത്ത രീതിയിൽ തന്നെ സ്ഥാപിച്ചതുമായിരിക്കണം. പല വീട്ടിൽ നമ്മൾ കയറി നോക്കിയ സ്ഥിതി എന്താ? സംഗതി നല്ല യാതി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഭർത്താവ് വാങ്ങിക്കൊടുത്തത്. എന്നാൽ ഒരൊറ്റ ഒന്നുണ്ടോ ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റി ഉണ്ടാവില്ല. ചിലതിങ്ങനെ കാല് മേലെ ഉണ്ടാവും, മറിഞ്ഞു കിടക്കുന്നുണ്ടാവും, വേറെ തിരിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കുട്ടികളുള്ള വീടല്ലേ ഉസ്താദ് എന്ന് ചോദിക്കും. കുട്ടികളുള്ള വീട്ടിൽ ഇതൊക്കെ ക്രമീകരിക്കലാണ് പെണ്ണിന്റെ ഡ്യൂട്ടി. കുട്ടികൾ മറിച്ചിടും, അപ്പം നിങ്ങൾ നിർത്തി വെക്കണം. ഈ കുട്ടികളെ കൊണ്ട് തന്നെ നിർത്തി വെപ്പിക്കുകയും വേണം. അതൊക്കെ ശ്രദ്ധിക്കണം. ഒരാള് കയറി വന്നു കഴിഞ്ഞാൽ ഇതാകെ അലങ്കോലപ്പെട്ട് എന്തോ സമരം കഴിഞ്ഞ ഓഫീസ് റൂം പോലെ ആവാൻ പാടില്ല. അത് വളരെ ചിട്ടയോടുകൂടെ തന്നെ വെക്കുക. പിന്നെ പലതൊന്ന് കാണാം. ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ മേലെ തന്നെ ഉണ്ടാവും. പുറത്ത് തയ്യാറാക്കിയ ഇരിപ്പിടത്തിന്റെ മേലെയാണ് കുട്ടികളുടെ പുസ്തകങ്ങൾ ഉള്ളത്, അടുക്കളയിലെ കത്തിയുള്ളത്, പാവാടയുള്ളത്, എല്ലാ സാധനം ഉള്ളത് എവിടെയാ? പുറത്തിരിക്കുന്നിടത്ത്. കുട്ടികൾ മൂത്രമൊഴിച്ച് വെച്ചത് അങ്ങനെ തന്നെ രാവിലെ വെച്ചതാണ്, അതിന് വൈകുന്നേരമായാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ ആ വീടിനെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചും അവിടെ കയറി വരാൻ ഇടവന്ന ഒരാൾ എന്തു മനസ്സിലാക്കും? അതുകൊണ്ട് വളരെയധികം ചിട്ടയോടുകൂടെ വൃത്തിയോടുകൂടെ നമ്മൾ സൂക്ഷിക്കണം. ഇനി നമ്മുടെ റൂമുകൾക്കകത്ത് നാം എപ്പോഴും വൃത്തി പാലിച്ചിരിക്കണം. വൃത്തിയുടെ കാര്യം പറയുമ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന കേന്ദ്രമാണ് വീട്. അവരെപ്പോഴും വീട്ടിന്റെ ഉള്ളിലാണ്. അവര് ഭക്ഷണം കഴിക്കുന്നതും വിസർജിക്കുന്നതും ഒക്കെ അകത്തളങ്ങളിലായിരിക്കും. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ ആ മൂത്രം വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഉമ്മ പഠിച്ചിട്ടില്ല എങ്കിൽ ആ ഉമ്മ ചെയ്യുന്ന തെറ്റുകൊണ്ട് ആ കുടുംബത്തിന്റെ മുഴുവൻ ഇബാദത്ത് ബാത്തിലായി പോകും. ഇപ്പൊ നമ്മൾ മണ്ണുള്ള വെള്ളം കുടിച്ചു പോകുന്ന രീതിയിലുള്ള സ്ഥലമില്ലല്ലോ ഇപ്പൊ. ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് അധിക ആളുടെ വീടിനും സിമന്റെങ്കിലും തേച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ അതിങ്ങനെ ഉന്തി 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 പുറത്തേക്ക് ഒഴിവാക്കും. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ സംഭവിച്ചത് നിങ്ങൾ ആ കോപ്പയിൽ വെള്ളം പാർന്ന് ഉന്തിപ്പോയ എല്ലാ സ്ഥലവും നജസായി. അത് വൃത്തിയായിട്ടില്ല.
ഇനി അതുവഴി ഒരാൾ ഒളു ചെയ്ത് ഉണങ്ങിന്ന് തന്നെ വെക്കുക. ഒരാൾ ഒളു ചെയ്ത് നനഞ്ഞ കാലുമായി ചെരുപ്പൊന്നുടാതെ അതിലൂടെ നടന്നു പോന്നാൽ അയാളെ കാലിൽ നജസായി. ഇനി അയാൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹല്ല. ചിന്തിച്ചു നോക്കൂ, അധിക വീട്ടിന്റെയും സ്ഥിതി ഇതല്ലേ. പിന്നെ ഇതെങ്ങനെയാണ് ഉമ്മമാരെ വൃത്തിയാക്കുക? ഒരു കുട്ടി മൂത്രമൊഴിച്ച മൂത്രം നമുക്ക് അവിടെ കാണാനുണ്ടെങ്കിൽ നജസ് ശുദ്ധിയാക്കുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന ഇസാലത്തുൽ ഐൻ, നജസിന്റെ തടി നീക്കം ചെയ്യുക എന്നതാണ്. അതിന്റെ ഭാഗമായി ഈ മൂത്രം നമ്മൾ അവിടുന്ന് എടുത്തു കളയണം. മൂത്രം ഒരു വെള്ളമാണ്, ഖരവസ്തുവല്ല. അതുകൊണ്ട് എങ്ങനെയാണ് എടുത്തു കളയുക? അതിന് ഉണങ്ങിയ തോർത്തുമുണ്ടുകൊണ്ട് ശീല കൊണ്ട് അത് ഒപ്പിയെടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഉണങ്ങിയ ശീല കൊണ്ട് ആ മൂത്രം ഒപ്പിയെടുക്കുക. ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ അടയാളം തന്നെ കാണാതെയാവും. ആ സ്ഥലം ഓർമ്മയിൽ അടവക്കണം. അടയാളം കാണാതെ ആയി കഴിഞ്ഞാൽ ആ നജസിന്റെ രണ്ടാം ഗ്രേഡിലേക്ക് എത്തിച്ചു. നമ്മൾ നജസ് മുഖഫഫ് എന്നുള്ള പദവിയിലെത്തി. ഇനി എന്തു മതി? ആ സ്ഥലത്ത് ഒരു കോപ്പ വെള്ളം പാർന്ന് മൂത്രമായിരുന്ന എല്ലാ സ്ഥലത്തും വെള്ളമായി എന്ന് ഉറപ്പായാൽ അതോടുകൂടെ സ്ഥലം വൃത്തിയായി. ആ വെള്ളം തുടക്കണമെന്നോ നീക്കണമെന്നൊന്നും നിബന്ധനയില്ല. അല്ലാതെ നമ്മൾ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒരു സ്ഥലത്തേക്കാട് പാർന്നാൽ ആ സ്ഥലം ശുദ്ധിയാകുന്നില്ല. നജസിന്റെ തടി നീക്കം ചെയ്യണം. ഇത് റൂമുകളിൽ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ നമ്മൾ വൃത്തിയാക്കുന്നിടത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇത് നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാദത്തുകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടി പ്രശ്നമാണ്. മൂത്രം എന്ന് പറയുന്നത് ഒരു പച്ചവെള്ളമായി നമ്മൾ കാണരുത്. ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എന്തെല്ലാം അണുക്കളുണ്ടോ അതിൽ ഭൂരിഭാഗവും മൂത്രത്തിലൂടെ പുറത്തു വരുന്നു. ഇതുകൊണ്ടല്ലേ ഒരാൾക്ക് മലമ്പനിയുണ്ടോ, മഞ്ഞപ്പിത്തമുണ്ടോ, ഇതൊക്കെ നോക്കാൻ എന്തു മതി? ഒരു തുള്ളി മൂത്രം മതി. എന്തിനേറെ ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്ന് തിരിച്ചറിയാൻ മൂത്രം പരിശോധിച്ചാൽ മൂത്രം വിളിച്ചു പറയും ഇതിന്റെ ഉടമ ഗർഭിണിയാണ്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഇത് പച്ചവെള്ളമല്ല, ഇളനീര് കുടിച്ചവന്റെ മൂത്രം ഇളനീരല്ല, അതിൽ മാരകമായ വിഷാംശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്തും തെരുവിലോ വഴിയോരങ്ങളിലോ മരച്ചുവടുകളിലോ ഒന്നും മൂത്രമൊഴിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിച്ചു. ഇസ്ലാമിന്റെ സാംസ്കാരികമായ വലിയൊരു മുഖമാണ് നമ്മൾ അതിലൂടെ ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും മുസ്ലിമീങ്ങൾ ഒരിക്കലും പുറം പ്രദേശങ്ങളിൽ വിസർജനം നടത്തുകയില്ല. ബസ് സ്റ്റാൻഡിന്റെ ചുമരിലേക്ക് അവരതാ പിടിച്ചു കൊടുക്കാറില്ല. ഏത് ആള് കൂടുന്ന ഒരു സ്ഥലമുണ്ടായാലും ആദ്യമായി അവിടെ ഒരു പള്ളിയെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ ചിന്തിക്കുന്നത് ആ നാടിന് വലിയ അനുഗ്രഹമാണ്. ആ ടൗണിൽ ഇറങ്ങി വരുന്ന, ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്ന ആയിരക്കണക്കായ മുസ്ലിമീങ്ങൾ അവരൊന്നും തെരുവിൽ മൂത്രമൊഴിക്കാതെ അവർക്കതാ ശാസ്ത്രീയമായും ആരോഗ്യപരമായും വിസർജനത്തിനുള്ള ഒന്നാന്തരം സൗകര്യം പള്ളികളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളികൾ വലിയ സാംസ്കാരിക നിലയങ്ങളാണ്. മൂത്രം ഒരു പച്ചവെള്ളമായി കണ്ടുകൊണ്ട് അവിടെ അങ്ങോട്ടാക്കി അത് ഇവിടെ അങ്ങോട്ടാക്കി അങ്ങനെ ഇട്ടാൽ ആ വീട്ടിൽ രോഗം വിട്ടൊഴിയുന്ന സ്ഥിതി ഉണ്ടാവില്ല. പിന്നെ വീടിന്റെ അകത്തളങ്ങളിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ റൂമുകളിലേക്ക് വായു ഗതാഗതം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന റൂമുകൾ, അതിലേക്ക് വായുവിന് വരാനും ശുദ്ധവായുവിന് കടന്നു വരാനും ദുഷിച്ച വായുവിന് പുറത്തു പോകാനുമുള്ള സജ്ജീകരണം വേണം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. നന്നായിട്ട് അടച്ചിടും. പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞാൽ പ്രസവിച്ചെടുക്കുന്ന ചെറിയ കുരുന്നുകൾ താമസിക്കുന്ന വീട് റൂം ഏതായിരിക്കും പലരും കൊടുക്കുക? കോണിക്കൂട്ടിനുള്ളിലുള്ള ഒരു ഇരുണ്ട മുറി. ആ ഇരുട്ടത്ത് അടച്ചിടും ഇവരെ. ഇവർക്ക് നമ്മുടെ അത്ര പ്രതിരോധ ശേഷിയായിട്ടില്ല.
ആരോഗ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല ശുദ്ധവായുവും വെളിച്ചവും കിട്ടിയില്ലെങ്കിൽ അത്തരം കുട്ടികളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയൂല. ഇന്ന് എന്താ നമ്മൾ കുട്ടികൾ എപ്പോഴും ആശുപത്രിയായി പോകുന്നത്? അതിന്റെ കാരണം ഇതാണ്, നമ്മൾ വായുവും കൊടുക്കൂല, പ്രകാശവും കിട്ടൂല, ഒന്നും കിട്ടൂല, അടച്ചു പൂട്ടിയിടുകയാണ്. ഇതിനു പകരം റൂമുകൾ കാറ്റും വെളിച്ചവും വരുന്ന വിധത്തിൽ സംവിധാനിക്കണം. ചുരുങ്ങിയത് 2 ജനലുകൾ 2 ഭാഗത്തായി റൂമുകൾ നമ്മൾ സ്ഥാപിച്ചിരിക്കണം. ഇനി ആ റൂമുകളിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത്. ചെറിയ കുട്ടികളുള്ള ഉമ്മമാര് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടി തൊട്ടിലായിരിക്കും കിടക്കുന്നത്. ആ കുട്ടി തൊട്ടിലിൽ കിടന്ന് മൂത്രമൊഴിച്ചാൽ താഴെ പാത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് അത് ഏറ്റുവാങ്ങും. രാത്രി ആയ ഉടനെ തന്നെ കുട്ടി ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേ മൂത്രമൊഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ഉമ്മ അത് എപ്പോഴെടുത്ത് വൃത്തിയാക്കുക? അത് സുബൈക്ക് എഴുന്നേൽക്കുമ്പം ആ പാത്രം കൊണ്ടുപോയിട്ട് പുറത്ത് തട്ടാം, അല്ലെ? ചില ആളുകൾ അപ്പോഴും തട്ടൂല, പിന്നെയൊക്കെ കഴിഞ്ഞിട്ട് അകും കൊലയൊക്കെ വൃത്തിയാക്കുന്ന സമയം വരുമ്പോഴാണ് അത് പുറത്തേക്ക് തള്ളുന്നത്. ഇത് ഭയങ്കര അപകടമാണ്. അവിടെ ആ ഫാൻ കറങ്ങുന്നുണ്ടാവും ഒരു പക്ഷെ, ഇനി കറങ്ങിയാലും ഇല്ലെങ്കിലും ആ തളം കെട്ടി നിൽക്കുന്ന മൂത്രം ബാഷ്പീകരിച്ചു പൊങ്ങി ആ റൂമിന്റെ ഉള്ളിലുള്ള വായുവിൽ വിലയിക്കും. അവിടെ നിന്നാണ് നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത്. ആ ജലഗണങ്ങൾ മതി നമ്മുടെ അത്ര പ്രതിരോധ ശേഷി വരാത്ത ഈ ചെറിയ കുട്ടികൾക്ക് മാറാത്ത ജലദോഷവും കഫക്കെട്ടും ഉണ്ടാവാൻ. അതുകൊണ്ട് കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അത് ഉടനെ എടുത്തു മാറ്റി കൊടുക്കണം. ഒരു നനഞ്ഞ തുണിയോ തോർത്തുമുണ്ട് പോലുമോ നാം ചെറിയ കുരുന്നുങ്ങൾ ഉറങ്ങുന്ന റൂമിൽ ആറിയിട്ടാൽ അത് മുഖേന തന്നെ ഈ കുട്ടിക്ക് ജലദോഷവും കഫക്കെട്ടും അതുപോലെ ശ്വാസം മുട്ടുപോലുള്ള രോഗവും വരാൻ സാധ്യതയേറെയാണ്. വളരെ ശ്രദ്ധിക്കണം. വൃത്തിയും ശുദ്ധിയുമാണ് സന്തോഷകരമായ ഒരു വീടിന്റെ നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ഇനം. ഇനി ഓരോ റൂമുകളിലും വൃത്തി കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു 50 രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു 100 രൂപ കൊടുത്ത് ഒരു വേസ്റ്റ് കൊട്ട ഒരു ശീലമാക്കുക. കുട്ടികൾ വായിക്കുന്ന പഠിക്കുന്ന റൂമുകളിൽ പ്രത്യേകിച്ചും ഓരോന്നെടുത്ത് കടലാസ് ചുരുട്ടിയിട്ട് അവരങ്ങോട്ട് എറിഞ്ഞ് മറ്റത് ഇങ്ങോട്ട് എറിഞ്ഞ് കട്ടിന്റെ ചോട്ടിൽ കെറിഞ്ഞ് പിന്നെ ആഴ്ചയിലൊരിക്കലൊക്കെ അലുവങ്ങോട്ട് ചൂലിയല്ല. അങ്ങനെ അങ്ങോട്ട് എടുത്തു നോക്കുമ്പോ ഒരു ലോഡ് ഉണ്ടാവും. ഇതിന് പകരം എല്ലാവരെയും ശീലിപ്പിക്കുക, വേസ്റ്റ് എല്ലാവരും ഒരു മൂലയിൽ വെച്ച് കൊട്ടയെ തന്നെ ഇടുക. അങ്ങനെ ഒരു ശീലം തുടങ്ങി നോക്കി നല്ല വൃത്തി ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നല്ല ഒരു അടുക്കും ചീട്ട എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിസ്റ്റം എല്ലാ റൂമിലും സ്ഥാപിക്കും. പിന്നെ റൂമിന്റെ ജനലുകളിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ ഒരിക്കലും വസ്ത്രങ്ങൾ തൂക്കിയിടുന്ന സ്വഭാവം ഉണ്ടാകരുത്. അതൊക്കെ അവിടുത്തെ ആരോഗ്യകരമായ അന്തരീക്ഷം നഷ്ടപ്പെടുത്തും. ഇതിന്റെ പുറമെ നമ്മൾ വീടിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം വീട്ടിന്റെ ടോയ്ലറ്റുകളാണ്. അത് എല്ലാ ദിവസവും കഴുകണം. കഴുകിയാൽ പോരാ, അണുക്കളെ നശിപ്പിക്കുന്ന എന്തെങ്കിലും മരുന്നുപയോഗിച്ച് തന്നെ കഴുകണം. അത് ആഴ്ചയിലൊന്നു പോരെ, വലിയൊരുനാൾ വരുമ്പം പോരെ, അതൊന്നും പോരാ, എല്ലാ ദിവസവും കഴുകണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ മൂത്രമൊഴിക്കുമ്പം എന്തെല്ലാം സാധനങ്ങൾ നമുക്കെങ്ങാനും അല്ലാഹു തആല ഇതിനേക്കാൾ വലിയ കാഴ്ച തന്നിരുന്നെങ്കിൽ മൂത്രപ്പുരക്ക് കാലെടുത്ത് വെക്കൂല. നമ്മൾ ഈ അണുക്കളെ തന്നെ കണ്ട് നമ്മൾ പേടിച്ചോടും. പിന്നെ അല്ലേ മൗവശയാത്തീനാണുള്ളത്, പിശാചിന്റെ സങ്കേതവും കൂടിയാണ് ഇത് മൂത്രപ്പുര എന്ന് പറഞ്ഞത്. ശൈത്താനെ കാണാനും കൂടിയുള്ള കണ്ണുള്ള തന്നിരുന്നെങ്കിലോ വാതില് തുറന്നാൽ നമ്മൾ പുറത്തുനിന്ന് മൂത്രമൊഴിച്ചു ശൈത്താന്മാരെ നേരിട്ട് കണ്ടിട്ടേ. അല്ലാഹു തആല ചെയ്ത ഒരു അനുഗ്രഹമാണ് ചിലതൊന്നും കാണാൻ സമ്മതിക്കാതിരുന്നത്. അത്ര അപകടകാരികളുടെ കേന്ദ്രമാണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അവിടെ പതിയിരിക്കുന്ന അണുക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിനാൽ എല്ലാ ദിവസവും അവിടെ നമ്മൾ ശുചീകരിക്കുക, വൃത്തിയാക്കുക.
കുട്ടികളൊക്കെ ശീലമാക്കണം. വിസർജനാനന്തരം വെള്ളമൊഴിക്കുന്ന കാര്യത്തിൽ ഉമ്മമാരുൾപ്പെടെയുള്ളവർ ജാഗ്രത പുലർത്തണം. മലവിസർജന ശേഷം മാത്രം ടോയ്ലറ്റിൽ വെള്ളമൊഴിക്കുന്ന ശീലമാണ് ഇപ്പോഴുള്ളതെങ്കിൽ മൂത്രവിസർജനാനന്തരവും വെള്ളം ഒഴിക്കുന്ന ശീലം തുടങ്ങണം. നമ്മൾ വിചാരിക്കുന്ന മറ്റേലിപ്പോ കാണാണ്ടാവും. നമ്മൾ ടോയ്ലറ്റിൽ കയറി മൂത്രമൊഴിച്ചാൽ അതിലുള്ള ആ വെള്ളം എന്തു ചെയ്യും? അത് താഴോട്ട് പോകും. നമ്മൾ ഒഴിച്ച മൂത്രം അവിടെ ഉണ്ടാവും. പിന്നെ പതുക്കെ കഴുകി ഇങ്ങോട്ട് പോന്നാൽ പിന്നെ കേറുന്നവനാണ് ഈ കാഴ്ച കാണുക. അവിടെ ഉണ്ടാവും ഒരു മഞ്ഞ വെള്ളം. അതിന്റെ നാറ്റു ആർക്ക് അനുഭവപ്പെടുക? പിന്നെ വരുന്നവനാ, ചെയ്തവന് അത് ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ മലവിസർജനാനന്തരം ജലപ്രയോഗം നടത്തുന്നത് പോലെ മൂത്രവിസർജനാനന്തരവും ടോയ്ലറ്റിൽ നന്നായി വെള്ളമൊഴിക്കണം. വീടിന്റെ ഒരു ഭാഗത്തും മണ്ണാത്തന്റെ വല, അതല്ലെങ്കിൽ എട്ടുകാലിയുടെ വല, അത് കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടാകരുത്. ഇതൊക്കെ ദിവസവും വൃത്തിയാക്കി നല്ല ആരോഗ്യകരമായ ഒരു സാഹചര്യം, ഇതാണ് നമ്മുടെ വീട്ടിന്റെ ഐശ്വര്യത്തിന്റെ പ്രധാന ഘടകം. വീടിന്റെ ഭരണാധിപയായ ഉമ്മയുടെ നേതൃത്വത്തിലാണ് ഈ രീതിയിലുള്ള ഭരണക്രിയകളെല്ലാം നടക്കേണ്ടത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, മറ്റൊന്ന് പ്രധാനമായി വീട്ടിലുള്ള വസ്ത്രങ്ങൾ അത് വൃത്തിയോടെ അടുക്കും ചിട്ടയും പാലിച്ചുകൊണ്ടായിരിക്കണം. അയലിന്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു. ഇതുപോലെ ആറിയിടുന്ന ഉടയാടകൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് അതിന് പുറത്ത് മഴ പെയ്തിട്ട് അകത്തായിരിക്കും ഇതൊക്കെ ചെയ്യാം. അപ്പോൾ തൽക്കാലം എന്ന് പറഞ്ഞിട്ട് റൂമിലൊക്കെ തലങ്ങും വിലങ്ങും അയല് കെട്ടിയിട്ടുണ്ടാവും. അതിമേലോ ആറിട്ടതിന്റെ മേലെ വേറെയും ആറിയിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒന്നായിട്ട് കൂട്ടിയിട്ട് നന്നായി ഉണങ്ങുന്നതിന് മുമ്പ് അതെടുത്ത് മടക്കി പെട്ടിയിലോ അളമറയിലോ ഒക്കെ വെച്ചാൽ പിന്നെ അത് ഇട്ട് പോകുമ്പോഴാണ് അതിന്റെ ദുർഗന്ധം ഉണ്ടാകുക. മാത്രമല്ല ആ ഡ്രസ്സ് പിന്നെ പെട്ടെന്ന് കേടുവരികയും ചെയ്യും. ഇതിനു പുറമെ ഉടയാടുകളൊക്കെ ആറിയിടുമ്പോ എന്ത് വേണം? വെയിലത്ത് ആറിയിട്ട് ഉണക്കിയെടുത്താൽ അത് അണുക്കള് നശിക്കാൻ കാരണമാകും. വെയിലുള്ളടുത്ത് ഇടുമ്പോ എന്ത് ചെയ്യണം? വസ്ത്രങ്ങളുടെ ഉൾഭാഗം മറിച്ചിട്ടായിരിക്കണം വെയിലത്തിടുന്നത്. പുറംഭാഗം വെയിലത്തിട്ടാൽ ആ ഭാഗം പെട്ടെന്ന്, ചില വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, അതിന്റെ നിറമൊക്കെ പോകും. അപ്പം ഉൾഭാഗം മാത്രം വെയിൽ കൊള്ളുന്നിടത്തിടുക. അങ്ങനെ വസ്ത്രങ്ങളൊക്കെ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വസ്ത്രവും വേറെ വേറെ അടുക്കി വെക്കുക. ചില വീട്ടിൽ രാവിലെ ബഹളം കാണാറുണ്ടല്ലോ. എന്താ കാരണം? ഒരുത്തൻ പറയും എന്റെ പാന്റ് കാണുന്നില്ല, എന്റെ പാന്റാ മറ്റോനെടുത്തതെന്ന് വാശി. അല്ല, എന്റേതാണ് ഇവന്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കും ബഹളം ഉണ്ടാകുന്നതുകൊണ്ടാ. ഇത് ഒന്നായിട്ട് അവലുകഞ്ഞിയാണ്, എല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഒന്നിലിട്ടത്. അത് ഒറ്റങ്ങോട്ട് എടുക്കും, മറ്റത് അങ്ങോട്ട് എടുക്കും, ഇങ്ങനെ ആവും. ഇതിന് പകരം ഒരു ബഹളവും ഇല്ലാത്ത സമാധാനം നിറഞ്ഞ കുടുംബമാവാനും കൂടി അനിവാര്യമാണ്. ഓരോരുത്തരുടെയും ഡ്രസ്സുകൾ പ്രത്യേകം പ്രത്യേകം അടുക്കി വെച്ച് ഓരോരുത്തർക്കും നിർദ്ദേശം കൊടുക്കുക. നിന്റേത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. ഇങ്ങനെ നല്ല അടുക്കും ചിട്ടയും അവിടെ ഉണ്ടായിരിക്കണം. ഇതിന്റെ പുറമെ നമ്മുടെ വീട്ടിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ആ വീട് കൊതുക് വളർത്ത് കേന്ദ്രമാകാൻ പാടില്ല. ഇന്ന് പല വീട്ടിലും കേറിയാട്ടിയിരുന്നാൽ ഡോക്ടർമാര് വരികയാണ്, നഴ്സുമാര് വരികയാണ്, ഓല് പരിശോധിക്കുന്ന, ഇഞ്ചക്ഷൻ ചെയ്യണ്, നമ്മളിങ്ങനെ ചൊറിഞ്ഞു കൂടാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം കൊതുകുകൾ പെരുകുന്നത്? അവിടെ വീട് ഭരിക്കുന്നവർ ജാഗ്രത പാലിക്കാത്തത് കൊണ്ടാണ്. വീട്ടിന്റെ അകത്തോ പുറത്തോ വെള്ളക്കെട്ടുകൾ ഉണ്ടാകരുത്. ജലജന്യ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ചിക്കുൻഗുനിയ, അതുപോലെ ഡെങ്കിപ്പനി, മലമ്പനി ഉൾപ്പെടെയുള്ള ഈ രോഗങ്ങൾ മുഴുവനും മാരകമാണ്. പലപ്പോഴും യഥാസമയത്ത് കണ്ടെത്താതെ പോയാൽ മരണത്തിൽ കലാശിക്കുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങളുടെ നിർമ്മാർജ്ജനത്തിനുള്ള പ്രധാന വഴി കൊതുകുകളുടെ നശീകരണം തന്നെയാണ്. കൊതുകുകളെ നശിപ്പിക്കാൻ എന്താണ് മാർഗം? കൊതുകിന് വളരാനുള്ള സൗകര്യം കൊടുക്കാതിരിക്കുക.
എന്നാ പെട്ടെന്ന്. അല്ലാതെ ചുമരുമൽ വെച്ച് ഓരോ കൊതുകിന് ഇങ്ങനെ വരച്ചിട്ടാല് നമ്മളെ വീട് കേടുക എന്നല്ലാതെ കൊതുക് തീരൂല. കൊതുക് തീർന്നു പോകണമെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വീട്ടിന്റെ അകത്തും പുറത്തും ഉണ്ടാകരുത്. വീട്ടിന്റെ അകത്തുണ്ട് നല്ലൊരു താവളം. നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല. ഇനി നാളെ ഒന്ന് പോയിട്ട് നോക്കാം. ഏതാണ് ആ താവളം എന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളെ ഫ്രിഡ്ജിന്റെ അടിഭാഗത്തുള്ള ട്രേ അതൊന്ന് എടുത്തു നോക്കൂ. അതിലാണ് ഈ കൊതുകുകൾ നല്ലൊരു ഭാഗം മുട്ടയിട്ട് വളർന്നു വലുതാകുന്നത്. ഇത് ചുമരിന്റെ അടുപ്പ് അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ബാഗ് കൂടെ പോയിട്ട് ഇത് എടുക്കണ്ടേ? അത് എടുക്കാൻ കഴിയില്ല. നമ്മളെ ഫ്രിഡ്ജിന്റെ അകത്ത് കരണ്ട് പോയാൽ അവിടെ അട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഐസും കട്ടകളൊക്കെ ഉരുകി ഒലിക്കും. അതിന് ചെന്ന് നിൽക്കാൻ വേണ്ടിയാണ് ആ ബാക്കിൽ പാത്രം വെച്ചത്. അത് നിറയുമ്പോൾ നമ്മൾ എടുത്തു മാറ്റി കൊടുക്കണം. പക്ഷെ അതാരും എടുത്തു നോക്കില്ല. അവിടെയാണ് നല്ലൊരു ഭാഗം കൊതുകുകൾ വളരുന്നത്. വാതിലൊക്കെ അടച്ച് ജനാലൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെന്താ ഈ നേരത്തെ ഇവിടെ ഒരു കൊതു? ഇവരകത്തുള്ളവരാ, അത് പുറത്തുനിന്ന് വരുന്നതല്ല. അപ്പൊ വീട്ടിന്റെ ഉള്ളിലുള്ള ഈ താവളം ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും ആ ട്രെയിലെ വെള്ളം എടുത്ത് മാറ്റണം. ഇതുപോലെ നിങ്ങൾക്കൊരു പക്ഷെ കണ്ടാൽ കൊതുക് വളർത്ത് കേന്ദ്രാന്ന് തോന്നൂല. വീടിന്റെ മുൻവശത്ത് വെച്ച പൂച്ചട്ടിയാണ്. ആ പൂച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊതുക് മുട്ടയിട്ട് വളർന്ന് വികസിക്കും. ഇതുപോലെ പറമ്പിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, തൊണ്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് വലിച്ചെറിയുന്ന പ്ലേറ്റുകൾ, കുപ്പിച്ചില്ലുകൾ ഇത്യാദി വസ്തുക്കളിലൊക്കെ വെള്ളം കെട്ടി നിന്നാൽ അതിലൊക്കെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. വീടിന്റെ പരിസരത്തൂടെ നടന്ന് ഇത്യാദി വസ്തുക്കളൊക്കെ വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ നമ്മളതിനെ സംസ്കരിച്ചിരിക്കണം. എന്നാൽ നമ്മളെ വീട്ടിൽ കൊതുകിന്റെ ശല്യമുണ്ടാകൂല, രോഗങ്ങൾക്ക് വളരെ കുറവുണ്ടാകും. ഇതുപോലെ മൃഗങ്ങളെ വളർത്തുന്നവരുണ്ടെങ്കിൽ അതിന്റെ ആല കുഴി ഉണ്ടാകും, വളം കെട്ടി നിൽക്കുന്നു. അതിൽ വെള്ളം കെട്ടിയെന്ന് അതിൽ നല്ലൊരു വിഭാഗം കൊതുകുകൾ ഉണ്ടാകും. അവിടെ എന്ത് ചെയ്യണം? മണ്ണെണ്ണ പോലുള്ള ലായനി അതിലൊഴിച്ച് കൊതുകിന്റെ മുട്ട നശിപ്പിക്കണം. ഇതുപോലെ വീടിന്റെ മുകൾ ഭാഗത്ത് പലരും ആണുങ്ങളില്ലാത്ത വരെയാണെങ്കിൽ കയറി നോക്കൽ തന്നെയല്ല, അതിങ്ങനെ അവിടെ ഇങ്ങനെ നിറഞ്ഞിട്ട് വീട് ചോർന്നൊലിക്കുമ്പോഴാണ് വിവരം അറിയാം. കാരണം വെള്ളം പോകുന്നില്ല എങ്ങോട്ടും, അതൊക്കെ അടഞ്ഞു കിടക്കാണ്, വെള്ളം കെട്ടി നിൽക്കാണ്. അവിടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട താവളം. ആരും വരാത്ത സ്ഥലം, മഴക്കാലത്ത് പ്രത്യേകിച്ചും. അവിടെ നിന്ന് വളർന്നിട്ട് അവരുള്ളിലേക്ക് കടന്നു വരും മോന്തിയാവുമ്പോ. ഇത്തരം കേന്ദ്രങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വീടിന്റെ അകത്തും പരിസരത്തും ഒക്കെ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. ഇതാണ് വീട് ഭരണത്തിൽ പ്രധാനമായും ഉമ്മമാര് ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഇനി ഞാൻ പറയട്ടെ, അടുക്കും ചിട്ടയും അതൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. വീട്ടിൽ ശുദ്ധിയും വൃത്തിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതോടുകൂടെ നല്ല അടുക്കും ചിട്ടയും ഒതുക്കം വേണം. പുരയിൽ ഒരുപാട് ഉപകരണങ്ങളുണ്ട്, ഒരുപാട് ഉപയോഗ വസ്തുക്കൾ. ഇതൊന്നും ഒരു ശല്യമായി നമ്മെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ചില വീട്ടിന്റെ ഒക്കെ മുന്നിൽ നമ്മളങ്ങോട്ട് എത്തി നോക്കിയാൽ, ഇവിടെ ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ പേരിലൊരു ലാത്തി ചാർജ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ചെരുപ്പുകൾ ഇങ്ങനെ ചെതറി കിടക്കുക പൊരന്റെ മുമ്പിൽ. ഒരു 10 ആളുണ്ടെങ്കിൽ എന്നെ പറയും വേണ്ട, ആ പൊരന്റെ മുമ്പിൽ ധാരാളം ചെരുപ്പ് അങ്ങനെ ഇങ്ങനെയും കിടക്കുക. അങ്ങനെ ഉണ്ടാവരുത്. ചെരുപ്പുകൾ അത് സൂക്ഷിക്കാൻ ഒരു സ്ഥലം, ആ സ്ഥലത്ത് തന്നെ എടുത്തു വെക്കുക, അവിടുന്ന് തന്നെ എടുത്തു ഉപയോഗിക്കുക. ഇങ്ങനത്തെ ഒരു ചിട്ട വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉമ്മ ശ്രദ്ധിക്കണേ. വീട്ടിലുള്ള ഉമ്മ മക്കൾ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ആ കാര്യം ഒരു 2 ദിവസം ശ്രദ്ധിച്ചാൽ പിന്നെ കുട്ടികൾ തനിയെ ചെയ്യുക, അതൊരു ശീലമാക്കുക. അങ്ങനെ എല്ലാവരും ചെരുപ്പ് ക്രമീകരിച്ചു വെക്കണം. ഇതുപോലെ വീട്ടിന്റെ ഉള്ളിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ്, ചില പൊരന്റെയൊക്കെ ആ കോണിക്കൂട്ടിൽക്കാട് നോക്കിയാലുണ്ടാവും അവിടെ ഒരു 8-10 പൊട്ടി. ഇതേതാ? ഇത് 79 കുവൈത്ത് നിന്ന് വരുമ്പോ മാപ്പുണ്ടോന്ന.
മറ്റൊരോ അത് 84 ഖത്തർ നിർമ്മം കൊണ്ടാണ്. എന്താ പൈലുള്ളത്? ഒന്നുമില്ല.